everyone, welcome back to yet another episode, and hope all are doing good. I'm good here. ഇന്നത്തത് ഒരു ചാലഞ്ച് വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബിൽ ഒരു ചാലഞ്ച് വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കസിൻസിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പലയിടത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് എന്ത് ചലഞ്ച് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് വിൽ ഡു എ ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച്. യെസ്, ഒരു ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് നമ്മൾ ചെയ്യും. ആൻഡ് അത് ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചാൽ വിൽ ചൂസ് എ ഡ്രസ്. ഓക്കെ, അതായത് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് സീരിയസ്ലി ഈ ചലഞ്ച് ചെയ്യേണ്ടത് കണ്ണ് കെട്ടിയിട്ട് വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ അൽമിറയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ അൽമിറ അറിയാം എന്നുള്ളതാണ്. പക്ഷേ കറൻ്റ്ലി എൻ്റെ അൽമാര മൊത്തത്തിൽ മെസ്സായിട്ട് കിടക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് എടുത്തെടുത്ത് പല ഇതാണ്. അപ്പം അതെന്തായാലും പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വിൽ ടേക്ക് സം ഡ്രസ്സ്. റാൻഡമായിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ബെഡിലിട്ടിട്ടുണ്ട്. അല്ല, ബ്ലൈൻഡ് ഫോൾഡാണ്. ഇപ്പം നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഒരു 2 ഡ്രസ്സസ് മീൻസ് എന്തുവാകും കയ്യിൽ കിട്ടുന്ന എന്താണോ അങ്ങനെ നമ്മൾ 2 എടുക്കും. എന്നിട്ട് അത് ബ്ലൈൻഡ് ഫോൾഡായിട്ട് എടുക്കും. എന്നിട്ട് ഐ വിൽ ഡ്രസ് ദാറ്റ്. എന്നിട്ട് ഞാനത് ഇടും. So that's the challenge, blindfold challenge. Choosing my dress blindfolded. So let's see. കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഏത് ഡ്രസ്സായിരിക്കും എടുക്കുന്നത്, എങ്ങനത്തെ പലതായിരിക്കും എടുക്കുന്നത്. മേ ബി എന്തിൻ്റെങ്കിലും പാൻറ്റ്, എന്തിൻ്റെങ്കിലും ടോപ്പ്, അങ്ങനെ ആയിരിക്കും. നമുക്ക് നോക്കാം ഹൗ ഇറ്റ് കംസ്, ലൈക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഞാൻ റാൻഡമായിട്ട് കുറേ ഡ്രസ്സ് എടുത്തിട്ട് ബെഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ടോപ്പ് ഉണ്ട്, പാൻറ് ഉണ്ട്, ക്രോപ്പ് ടോപ്പ് ഉണ്ട്, ഗൗൺ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ കുറേ. ഇത് മൊത്തവും ഞാൻ എടുത്തിട്ടിട്ടില്ല, കാരണം തിരിച്ച് ഞാൻ തന്നെ എടുത്ത് വെക്കണമല്ലോ എന്നുള്ള ഒരു ഫാക്ടറി ഞാൻ മൊത്തം ഇട്ടിട്ടില്ല. ഐ ടേക്ക് ഇതിപ്പോൾ ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് വിൽ ജസ്റ്റ് മിക്സ് ദാറ്റ് ഓൾ. ഒന്നുകൂടെ റാൻഡമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഡ്രസ്സ് എടുക്കും. എന്നിട്ട് ഐ വിൽ ഡ്രസ് ദാറ്റ്. ഐ ഹോപ്പ് ഞാൻ സ്ക്രീനിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, എനിക്ക് ഹെൽപ്പിനായിട്ട് ആരുമില്ല. സോ ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം നോക്കാം വെദർ ഞാൻ വിസിബിൾ ആണോ അല്ലയോ എന്ന്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കണ്ണ് കെട്ടണം. ഐ ടേക്ക് എ ക്ലോത്ത് ഫോർ ദാറ്റ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ കട്ടിലേക്ക് കിടക്കുന്ന ക്ലോത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് റാൻഡമായിട്ട് 2 ടൈമിൽ എടുക്കും. അപ്പോൾ ഇപ്പം എനിക്ക് തൊട്ട് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും, ലൈക്ക് ടോപ്പ് ചെറുതാണോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഐ ട്രൈ ടു ചൂസ് എ പാൻറ് ഓൾസോ. അതല്ല ഗൗണാണ് വരുന്നതെങ്കിൽ വിൽ ഹാവ് ദാറ്റ് ആസ് 1 ഡ്രസ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആൻഡ് ഞാൻ ഫ്രെയിമിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ഞാനത് ചെയ്യുമ്പോൾ. Okay, this is a pant. I'll take this. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. I think this is a gown. അപ്പോൾ ഈ ഒരു പാൻറ്റും ഇത് ലെങ്ത് ഉള്ളതാണ്. സോ ഓക്കെ, ഇതാണ് ആദ്യത്തെ വന്ന ഡ്രസ്സ്. ദിസ് 2 is our first selection. ഞാൻ മാറ്റി വെക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡ്രസ്സ് എടുക്കാം. Second one, the first is that. I think the top one.
അങ്ങനെ നമ്മൾ അത്യാവശ്യം അതിൽ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ 2 ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. സോ ഐ ജസ്റ്റ് ഡ്രസ് ദാറ്റ് അപ്പ്. ഞാൻ എന്താണോ ചൂസ് ചെയ്തത് അത് ഞാൻ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇത് 2ആണ് ഫസ്റ്റ് ചൂസ് ചെയ്തത്. സോ നമുക്കിത് ആദ്യം ഇട്ടിട്ട് വരാം. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഗൗണാണ്. പിന്നെ ഞാൻ ഈ ഒരു പാൻറ്റോടാണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടുകൂടി ഇടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നായിരുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തെടുത്ത ഡ്രസ്സ്. ഈ ഒരു ഗൗണും ആൻഡ് ബ്ലൂ ജീൻസ്. സാധാരണ ഞാൻ ഈ ഗൗൺ മാത്രമായിട്ടാണ് ഇടുന്നത്. ബട്ട് ദിസ് ഈസ് ഓക്കെ. ആൻഡ് ദെൻ ഐ ആഡഡ് എ ഷാൾ. ദിസ് ഈസ് ഫൈൻ. അത് ചൂസ് ചെയ്തത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഈ ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ നൈസ് അല്ലേ, നമുക്ക് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാം. പിന്നെ ഞാൻ ഈ ഷാൾ ആഡ് ചെയ്തതാണ്. ദിസ് ഈസ് നൈസ്. ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ പാൻറ് അങ്ങനെ ചൂസ് ചെയ്യുന്നു. ബട്ട് ദിസ് വാസ് നൈസ്. ബട്ട് ദിസ് ഈസ് ഫൈൻ. പക്ഷെ ഞാനിത് തേച്ചില്ല. ജസ്റ്റ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു, അത് എടുത്തു, അങ്ങനെ ഇട്ടു. നിങ്ങൾ അങ്ങനെ ഇട്ടു. ഇതാണ് നമ്മൾ സെക്കൻഡ് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറായിട്ടായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന്. പക്ഷേ അത്യാവശ്യം പുറത്തേക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ബ്ലൈൻഡ് ഫോൾഡായിട്ട് ചൂസ് ചെയ്തത്. ഫസ്റ്റ് വൺ ആയാലും സെക്കൻഡ് വൺ ആയാലും ഇട്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് പിന്നീട് അതിന് ചേരുന്ന ഒരു ദുപ്പട്ട, ഒരു ഹിജാബ് വെച്ചിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തെന്നേ ഉള്ളൂ. I really enjoyed the blindfold challenge. I hope you also enjoyed this. And please don't forget to like, share and subscribe. See you on my next video. And do comment some challenges where I can do alone. Because ഇപ്പോൾ currently എൻ്റെ friends, cousins ആരും ഇല്ലാത്തതുകൊണ്ട് say something which I can do alone so that we can try. See you on my next video. Bye.